ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പോളിനോമിയലിൻ്റെ എക്സസൈസ് 2.2 രണ്ടാമത്തെ ഭാഗം ചെയ്യാം. എക്സസൈസ് 2.2 അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് എന്താണ്, ഫൈൻഡ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ each with the given numbers as the sum and product of its zeros respectively. അപ്പോൾ നമ്മൾ ഇതിലെന്താ പറയുന്നത്, ഫൈൻഡ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. നമ്മളൊരു പോളിനോമിയൽ കാണണം. അപ്പോൾ ഓരോ ഈച്ച് വിത്ത് ഗിവൺ നമ്പേഴ്സ് ആസ് ദി സം ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ് സീറോസ് റെസ്പെക്റ്റീവ്ലി. ഇതിൻ്റെ സം ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് സീറോസ് റെസ്പെക്റ്റീവ്ലി തന്നിട്ടുണ്ട്. സം ഓഫ് ദ സീറോസും പ്രൊഡക്റ്റ് ഓഫ് ദ സീറോസും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പോളിനോമിയൽ കാണണം. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ നമ്മൾ കാണണം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, 1/4 - 1 ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നമുക്ക് ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമുല എഴുതുക. അതിൽ എന്താണ്, ലെറ്റ് ദ പോളിനോമിയൽ ബി എന്താണ്, സ്റ്റാൻഡേർഡ് ഫോം എന്താണ്, പി ഓഫ് എക്സ് = നമുക്ക് എന്ത് എഴുതാം, ax² + bx + c എന്ന് എഴുതിയല്ലോ. ax² + bx + c എന്ന് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്കറിയാം സം ഓഫ് ദ സീറോസ് പറഞ്ഞ എന്താണ്, സം ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ സം ഓഫ് ദ സീറോസ് എന്ന് പറയുന്നത് എന്താണ്, സം ഓഫ് സീറോസ് = 1/4 ആണ് തന്നിട്ടുണ്ട്. സം ഓഫ് ദ സീറോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോർമുല അറിയുന്നത് -b/a ആണ്. ആൽഫ പ്ലസ് ബീറ്റ = -b/a എന്നറിയാം. അതെന്താണ് തന്നിരിക്കുന്നത്, 1/4 ആണ് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എസ്യൂം ചെയ്യാണ്, നമ്മളെപ്പോഴും ക്വാഡ്രാറ്റിക് പോളിനോമിയൽ a = അത് കോഎഫിഷ്യൻ്റ് ഓഫ് x² നമ്മൾ 1 വെച്ചിട്ട് എസ്യൂം ചെയ്യുക. അപ്പം നമുക്ക് സിമ്പിളായിട്ടുള്ള ക്വാഡ്രാറ്റിക് ഫോം പോളിനോമിയൽ കണ്ടുപിടിക്കുക. അപ്പം നമ്മൾ എസ്യൂം ചെയ്യുകയാണ് എന്തെന്ന്, എസ്യൂം a = 1 എന്ന് എസ്യൂം ചെയ്തു. a = 1 എന്ന് എസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, -b/1 = എന്താണ്, 1/4 എന്ന് വന്നു. അപ്പം 1/4 എന്ന് വന്നു. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, അപ്പം നമുക്ക് b = എന്താണ്, b = 1/4 എന്ന് വന്നു. അപ്പോൾ എന്താണ്, b = എന്തെടുത്തു, -1/4 എന്ന് വന്നു. b = -1/4. ഇനി നമ്മൾ പ്രോഡക്റ്റ് ഓഫ് ദ ഇത് നമുക്ക് സം ഓഫ് ദ സീറോസ് കിട്ടി. ഇനി നമ്മൾ പ്രോഡക്റ്റ് ഓഫ് സീറോസ് കാണാണ്. പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, c/a ആണ് അല്ലേ. ദാറ്റ് ഈസ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, അത് =-1 ആണ് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ c ഇത് ഓൾറെഡി നമ്മൾ തന്നിട്ടുണ്ട്, എസ്യൂം ചെയ്തിട്ടുണ്ട് a = 1 ആണ് അല്ലേ. എസ്യൂം എന്താണ്, എസ്യൂം a = 1 എന്ന് കൊടുത്തു. അപ്പോൾ c/1 = -1. അപ്പോൾ c = എന്തിട്ടു, -1 എന്ന് കിട്ടി. c = എന്ത് കിട്ടി, ബിയും സിയും കിട്ടി. നമ്മളപ്പോൾ എന്താണ് ഇവിടെ, അപ്പോൾ എന്താണ് നൗ നമുക്ക് എന്ത് കൊടുക്കാം, a = 1 ആണ്, b = -1/4 ആണ്, ആൻഡ് c = -1 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ax² + bx + c ആണ്. ഇതിൽ ഓരോ വാല്യൂ കൊടുക്കുകയാണ്. അപ്പോൾ a-ന് 1 കൊടുക്കുമ്പോൾ x² -1, അതായത് bക്ക് -1/4 കൊടുക്കുമ്പോൾ 1/4 x -1 എന്ന് വന്നു. അപ്പം നമ്മൾ ഇതെന്താക്കൂ, ഇതിനെ നമ്മൾ ഇതാണ് പോളിനോമിയൽ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇതാക്കി, ഇത് ഒരു പോളിനോമിയലിൻ്റെ ഫോമായിട്ട് കിട്ടി. നമ്മളിനി -4 മാറ്റി എഴുതുമ്പോൾ നമുക്ക് എന്താ കിട്ടും, 4x² - x -4 എന്ന് എഴുതാം. ഇതെന്താണ്, അതിനകത്ത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഇതിനെ നമുക്ക് ഇങ്ങനെ ഇതാക്കാം, 4 × അതായത് ഇതൊരു പോളിനോമിയലാണ്. അപ്പോൾ നമുക്ക് എന്തെടുക്കാം, 4 × x² - 1/4 × x - 1 എന്ന് എഴുതി.
another quadratic polynomial can be നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ നമ്മൾ എന്ത് എടുക്കും? നമുക്ക് 4x സ്ക്വയർ മൈനസ് 1x മൈനസ് എന്ത് വരും? -4 എന്ന് എഴുതാമല്ലോ. ഇതും നമുക്ക് ഇങ്ങനെയും ഇതാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ നമ്മൾ സീറോസ് തന്നിട്ട് എഴുതുന്നത്. ഇനി രണ്ടാമത്തേൽ എന്താണ് തന്നിരിക്കുന്നത്? എന്താണ് രണ്ടാമത്തെ പോളിനോമിയൽ എന്ന് പറയുന്നത്? √2 1/3. അതായത് രണ്ടാമത്തേത് √2, 1/3. അത് നമ്മളെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അതേപോലെ തന്നെ നമുക്ക് എന്തെടുക്കാം? പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്തെടുക്കാം? പോളിനോമിയൽ പോളിനോമിയൽ ഫോം P(x) എന്താണ്? ax² + bx + c എന്നാണ്. അത് കിട്ടിയല്ലോ. ഇനി സീറോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ തന്നിരിക്കുന്നുണ്ട് സം ഓഫ് സീറോസ് √2, ദാറ്റ് ഈസ് -b/a √2 എന്ന് വന്നു. അപ്പം നമ്മൾ പിന്നെയും അസ്യൂം ചെയ്യുകയാണ്. എന്തെന്ന്? അസ്യൂം a =1 എന്ന് കൊടുത്തു. അപ്പം -b √2, b -√2 എന്ന് വന്നു. b -√2 എന്ന് വന്നു. ഇനി നമ്മൾ പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്താണ്? പ്രോഡക്റ്റ് 1/3 ആണ്. 1/3. ഇപ്പോൾ അസ്യൂം എന്താടുത്തു? അസ്യൂം a =1. അപ്പം നമുക്ക് എന്തെടുത്ത്? പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? c/a =1/3 ആണ്. അപ്പോൾ c/1 എന്ന് പറഞ്ഞാൽ c =1/3 എന്ന് കിട്ടി. c =1/3 കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ എന്താണ്? a =1, b =1/3 ആൻഡ് b √2. b √2 -√2 അല്ലേ? -√2 ആൻഡ് c =1/3. ഇത് വെച്ചിട്ട് നമ്മൾ ക്വാഡ്രാറ്റിക് റിക്വയർഡ്. ഹെൻസ് നമുക്ക് എന്തെടുക്കാം? ഹെൻസ് റിക്വയർഡ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ത് വരും? ax² + bx + c ആണ്. അപ്പോൾ എക്ക് എന്ത് കൊടുത്തു? 1 x² -√2x + 1/3 എന്ന് വന്നല്ലോ. 1/3 എന്ന് വന്നു. ഇനി നമ്മൾ ഈ 3നെ മാറ്റി പിന്നെ അനദർ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഇതിൻ്റെ അകത്ത് നമുക്ക് വേറെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആക്കാം. അപ്പോൾ എന്ത് ചെയ്യും? 1/3 മാറ്റിയത് അനദർ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ can be എന്താണ്? can be that is equal to, ഇപ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × x² -√2x + 1/3 എന്ന് വന്നു. അപ്പോൾ ഇതിനെ മാറ്റി എഴുതുമ്പോൾ എന്ത് വരും? 3x² - 3 × √2x + 1 എന്ന് വരും. ഇത് വേറൊരു പോളിനോമിയലാണ്. ഇനി നമുക്ക് അടുത്തത് എന്താണ്? അടുത്ത 0√5 എന്നാണ്. അടുത്ത മൂന്നാമത്തത് 0,5. അപ്പോൾ ഇതെന്താണ്? ഇതും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? ലെറ്റ് ദ പോളിനോമിയൽ p(x) = ax² + bx + c എന്ന് എഴുതി. ഇനി സം ഓഫ് സീറോസ് sum of zeros is equal to 0, that is -b/a is equal to 0 എന്നെടുത്തു. b/a is equal to 0. ഇനി നമ്മൾ എന്ത് ചെയ്യുക? assume a is equal to 1. അപ്പോൾ -b is equal to 0 എന്നാണ്. b is equal to 0. അപ്പോൾ എന്താണ്? b is equal to 0, b is equal to 0. ഇനി പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുന്നത് c/a, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? √5 ആണ്. അപ്പോൾ എന്താണ്? assume a ഈസ് ഈക്വൽ ടു 1. അപ്പോൾ c ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? √5 എന്ന് കിട്ടി. assume c ഈസ് ഈക്വൽ ടു √5 എന്ന് കിട്ടി. അപ്പോൾ നമുക്കിവിടെ എന്തെല്ലാണ്? നൗ
A is equal to 1, B is equal to 0 and C is equal to root 5. ഇത്രയും കിട്ടിയല്ലോ. അപ്പോൾ hence the required polynomial is ax square plus bx plus c is equal to x square plus 0x plus root 5. That is equal to x square plus root 5. ഇങ്ങനെ കിട്ടിയല്ലോ. അപ്പോൾ x square plus root 5 എന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നാലാമത്തെ എന്താ വരിക? 1 ഉം 1,1. അപ്പോൾ നമ്മൾ എന്ത് എടുക്കുക? let the polynomial be is ax square plus bx plus c നേടി. ഇനി എന്താണ് സം ഓഫ് സീറോസ്? സം ഓഫ് സീറോസ് is equal to നമുക്ക് എന്തെടുക്കാം? സം ഓഫ് സീറോസ് is equal to 1 ആണ്. ദാറ്റ് ഈസ് മൈനസ് ബി ബൈ എ is equal to 1. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? എസ്യൂം എ is equal to നമുക്ക് എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. അപ്പോൾ മൈനസ് ബി is equal to 1, ദാറ്റ് ഈസ് ബി is equal to -1 എന്ന് കിട്ടി. ഇനി അതുപോലെ പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് സീറോസ് is equal to സി ബൈ എ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? അതും 1 ആണ്. അപ്പോൾ എന്താണ്? എസ്യൂം എ is equal to 1, അപ്പോൾ സി is equal to 1 എന്നും കിട്ടി. അപ്പോൾ നമുക്ക് hence the now എന്താണ്? എ is equal to 1, ബി is equal to 1 and സി is equal to 1. അപ്പോൾ എന്താണ്? hence required polynomial is x square plus x plus 1 ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇതൊരു പോളിനോമിയലാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2x² 3x അങ്ങനെയൊക്കെ കൊടുക്കാം. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ടുള്ള പോളിനോമിയലേക്ക് 1 കൊടുത്തിട്ട് നമുക്ക് കിട്ടിയത്. ഇനി ഇതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് -1/4, 1/4. അപ്പോൾ എന്ത് ചെയ്യണം? ലെറ്റ് ദ polynomial is ax square plus bx plus c is equal to 0 അല്ലേ? അത് അപ്പോൾ that the polynomial p of x is equal to നമുക്ക് എന്തെടുക്കാം? ax² plus bx plus c നേടി. ഇനി നമുക്ക് സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് സീറോസ് is equal to -1/4 എന്നാണ്. അതായത് മൈനസ് ബി ബൈ എ ഈസ് ഈക്വൽ ടു -1/4. assume a is equal to 1. അപ്പോൾ മൈനസ് ബി ബൈ 1 is equal to -1/4. that is minus b is equal to -1/4. b is equal to 1/4 എന്ന് കിട്ടി. b is equal to നമുക്ക് എന്ത് കിട്ടി? 1/4 എന്ന് കിട്ടി. ഇനി പ്രോഡക്റ്റ് ഓഫ് സീറോസ് ഈക്വൽ ടു എന്താണ്? 1/4 ആണ്. അതായത് സി ബൈ എ ഈസ് ഈക്വൽ ടു 1/4. എസ്യൂം നമ്മൾ എന്ത് ചെയ്തു? എസ്യൂം എ ഈസ് ഈക്വൽ ടു 1, അപ്പോൾ സി ഈസ് ഈക്വൽ ടു 1/4 എന്ന് കിട്ടി. അപ്പോൾ നൗ നമുക്ക് എന്താണ് വന്നത്? നൗ എ ഈസ് ഈക്വൽ ടു 1, നമുക്ക് നൗ എ ഈസ് ഈക്വൽ ടു 1, ബി ഈസ് ഈക്വൽ ടു 1/4
ആൻഡ് സി ഈസ് ഈക്വൽ ടു 1/4. അപ്പം നമുക്ക് ഹെൻസ് പോളിനോമിയൽ ഈസ് എന്തെടുത്തു, എക്സ് സ്ക്വയർ പ്ലസ്, അതായത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണ്. അപ്പോൾ അതിൽ വാല്യൂ കൊടുക്കുമ്പോൾ എക്സിന് എക്ക് 1 കൊടുക്കുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1/4 ഇൻറ്റു എക്സ് പ്ലസ് 1/4. ഇതൊരു പോളിനോമിയൽ. നമുക്ക് ഇതിനെ തന്നെ നമുക്ക് എന്താണ് another quadratic polynomial can be എന്ന് പറയുമ്പോൾ ഇതിനെ സ്റ്റാൻഡേർഡ് ഇതാക്കിയിട്ട് 1/4 എല്ലാം മാറ്റി എഴുതുമ്പോൾ another quadratic polynomial is, അതായത് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ 4 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1/4 ഇൻറ്റു എക്സ് പ്ലസ് 1/4. അപ്പോൾ നമുക്ക് എന്തെടുക്കും, 4x സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് എന്ത് വരും, 1 വരും. അപ്പോൾ ഇത് ആണ് another quadratic polynomial. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4,1. അപ്പോൾ ലെറ്റ് polynomial p of x is equal to ax square plus bx plus c. Zeros of polynomial, sum of zeros of polynomial. Sum of zeros is equal to 4. അപ്പോൾ minus b by a is equal to 4. Assume a is equal to 1 എന്ന് കൊടുത്തു. അപ്പോൾ മൈനസ് ബി is equal to 4 ആൻഡ് b is equal to -4 എന്ന് വന്നു. ഇനി പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന എന്താണ്, 1 ആണ്. അതായത് c by a is equal to 1. അപ്പം assume a is equal to 1. അപ്പോൾ c is equal to നമുക്ക് എന്ത് കിട്ടി, 1 കിട്ടി. ഇനി അടുത്ത എന്താ നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ hence polynomial is ax square plus bx plus c. Here a is equal to എന്താണ്, a is equal to 1. a is equal to 1. അപ്പോൾ എക്സ് സ്ക്വയർ ബി എത്രയാണ്, -4x പ്ലസ് 1. ഇതാണ് എന്ത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അപ്പോൾ നമ്മൾ പോളിനോമിയലുള്ള എല്ലാ എക്സസൈസും കഴിഞ്ഞു, ഡിസ്കഷനും കഴിഞ്ഞു. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പം നെക്സ്റ്റ് ക്ലാസ് ഞാൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആണ് എടുക്കുന്നത്. നെക്സ്റ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എടുക്കാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ